നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ഉയർച്ചയുണ്ടാകാൻ, അതുപോലെ തന്നെ ഉള്ള സമ്പത്തിൽ ബർക്കത്തുണ്ടാവാനൊക്കെ ഉതകുന്ന അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളുണ്ട്. ഇത് നിത്യമായി പാരായണം ചെയ്താൽ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും, അതുപോലെ തന്നെ ഉള്ള സമ്പത്തിലൊക്കെ ബർക്കത്തുണ്ടാകുമെന്നാണ്. ഏതാണ് ആ ആയത്തുകളെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നൂർ സബാഹിന്റെ പ്രഭാതത്തിലെ ഒരു ക്ലാസ്സിലാണല്ലോ നാം നിലകൊള്ളുന്നത്. സ്ഥിരമായി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നാം പറയാൻ പോകുന്നത്, സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ജോലിയില്ലാതെ പ്രയാസത്തിലാണ് ഉസ്താദേ, ജോലിയിൽ വല്ലാതെ പ്രതിസന്ധിയിലാണ്, ഉള്ള ജോലിയിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. വിദേശത്തുള്ളവർ കഫീലിന്റെ പ്രശ്നം, മറ്റു വിസ പ്രശ്നങ്ങൾ, മറ്റു സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്നിവ പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യാറുണ്ട്, സമീപിക്കാറുണ്ട്. അള്ളാഹു ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല അനുയോജ്യമായ ജോലികൾ നൽകട്ടെ. ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി നൽകട്ടെ. നാട്ടിലാണെങ്കിൽ സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കൊണ്ട്, അവര് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട് പലരും പരാതി പറയാറുണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. കൂടെയുള്ളവർ ഒരു സഹകരണമില്ല, കൂടെയുള്ള സഹപ്രവർത്തകർ അവര് വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്, അവർക്ക് ആർക്കും എന്നെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ദുആ ചെയ്യാൻ പറയാറുണ്ട്, നമ്മളോട് സമീപിക്കാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ നൽകട്ടെ. അവരുടെ ജോലികളിലും മറ്റു പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി നൽകട്ടെ. അതുപോലെ തന്നെ മക്കളെ കെട്ടിക്കാനുള്ള വാപ്പമാർ പലരും പറയാറുണ്ട്, ഉസ്താദേ മക്കളെ കെട്ടിക്കാനായിട്ടുണ്ട്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഒരു മകളെ തന്നെ കെട്ടിച്ചത് വീടൊക്കെ വിറ്റുകൊണ്ടാണ്. ഇനി വിൽക്കാനൊന്നുമില്ല, അടുത്ത മോളെ തന്നെ കെട്ടിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെ പല ഉപ്പമാരും പറയാറുണ്ട്. അപ്പോ അതിനൊക്കെ നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകണം, സമ്പത്ത് വേണം. എന്നാലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ സമ്പത്തിന് വേണ്ടി ജീവിക്കലല്ല. ജീവിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള സമ്പത്ത് അനിവാര്യമാണ്. അത് ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇല്ലാത്ത ആളുകൾക്ക് നൽകണം എന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മക്കളെ കെട്ടിക്കാനൊക്കെ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. വീടില്ലാത്തവർ എത്ര ആളുകളാണ് പരാതി പറയാറ്. വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് പ്രയാസത്തിലാണ്, ചോർന്നൊലിക്കുന്ന, ഉള്ള വീട് ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്, ഉള്ളിൽ മഴ പെയ്താൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അത്രത്തോളം ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഇന്നും നമുക്കറിയാം. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ വീട് പണിക്കൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അത്തരം അവസ്ഥ നൽകിയില്ല. അള്ളാഹു വീടില്ലാത്തവർക്കൊക്കെ നല്ല അനുയോജ്യമായ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തികമായ ശേഷി നൽകി അനുഗ്രഹിക്കട്ടെ. അതിനൊക്കെ വീടുണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം താമസിക്കാനുള്ള ഒരു വീട്, അത് മനുഷ്യന്റെ ഒരു സൗഭാഗ്യമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, നല്ലൊരു വിശാലമായ താമസയോഗ്യമായ അത്യാവശ്യം താമസിക്കാനുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിലെ ഒരു സൗഭാഗ്യം തന്നെയാണ്. നല്ല വീട്, നല്ല സ്വാലിഹത്തായ ഭാര്യ, നല്ലൊരു വാഹനം ഉണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ സൗഭാഗ്യങ്ങൾ എണ്ണിയതാണ്. അപ്പൊ അത്യാവശ്യം താമസിക്കാനുള്ള വീട് വേണം. വർഷങ്ങളായിട്ട് വാടക കൊടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്, ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, അകത്തളത്ത് താമസിക്കുന്നവരുണ്ട്, കാറ്റടിച്ചാൽ പറന്നു പോകുന്ന, പൊളിഞ്ഞു പോകുന്ന, ഒരു നല്ല മഴ പെയ്താൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ നമുക്ക് ഇപ്പോഴും അറിയാം. പലരും നമുക്ക് അറിയുന്ന ആളുകളുണ്ട് അത്തരം ചെറിയ വീട്ടിൽ താമസിക്കുന്നവർ. അപ്പോ വീടില്ലാതൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്കൊക്കെ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക ശേഷി വേണം. അതിനൊക്കെ സമ്പത്തിൽ വർധനമുണ്ടാകാൻ ഓതാൻ പറ്റിയ 3 ആയത്തുകളുണ്ട് അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ. ഈ ആയത്ത് നമ്മൾ നിത്യമായിട്ട് പാരായണം ചെയ്യണം. ദൈനംദിനം നമ്മൾ പാരായണം ചെയ്യണം. പ്രഭാതത്തിൽ മുടങ്ങാതെ, പ്രഭാതത്തിലും അതുപോലെ തന്നെ പ്രദോഷത്തിൽ, രാവിലെയും വൈകുന്നേരമൊക്കെ. വളരെ ചെറിയ ആയത്തുകളാണ്. ഈ ആയത്ത് നമുക്ക് ഇങ്ങനെ സ്ഥിരമായി ഓതിയാൽ അത് കാണാതെ പഠിയും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, കാണാതെ ഓതാൻ കഴിയും. നമ്മൾ യാസീൻ ഓതുന്നവരാണ്, അതുപോലെ തന്നെ വാഖിഅ ഓതുന്നവരാണ്, മുൽക്ക് ഓതുന്നവരാണ്. നമുക്ക് പല സുഹൃത്തുക്കളും കാണാതെ അറിയാം. അത്രയൊന്നുമില്ല, ചെറിയ 3 ആയത്തുകളാണ്. ഇത് നിത്യമായി പാരായണം ചെയ്താൽ എന്താകും,
നമ്മുടെ സമ്പത്തിൽ വർധനമുണ്ടാകുമെന്നാണ്. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും. വലിയ സമ്പന്നനാകണം എന്നതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്ത് വേണം. ദുനിയാവിൽ പ്രയാസപ്പെടാതെ ജീവിച്ചു പോകണം. അതിനുതകുന്ന ഈ 3 ആയത്തുകൾ അത് നമ്മൾ ഓതുമ്പോൾ അത് നിത്യമായിട്ട് പാരായണം ചെയ്യുക. അല്ലാതെ കുറഞ്ഞ ദിവസം ഓതിയിട്ട് നമുക്ക് സമ്പത്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നിത്യമായിട്ട് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. സ്ഥിരമായിട്ട് എന്നും രാവിലെയും വൈകുന്നേരം ഈ 3 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ നിങ്ങൾ നിത്യമായി ചെയ്തു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിത്യമായിട്ട് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ധൃതിയിൽ ഒതിപ്പോകാതെ സാവകാശം എന്ത് ചെയ്യുക? സമയമെടുത്ത് ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ എന്ത് ചെയ്യുക? ഓതുക. എപ്പോഴും ആത്മാർത്ഥതയില്ലാതെ വെറുതെ അങ്ങനെ ഓതിപ്പോയിട്ട് കാര്യമില്ല. അത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആത്മാർത്ഥതയോടുകൂടെ പാരായണം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഏതാണ് ആയത്തുകളെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ സ്ക്രീനിലെ ആയത്തുകൾ നൽകാം. ഇൻഷാ അല്ലാഹ് ആദ്യം ഓരോ ആയത്തുകളായിട്ട് സ്ക്രീനിൽ നൽകാം. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ദൈനംദിനം അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? അത് പാരായണം ചെയ്യുക. വലിയ സൗഭാഗ്യം നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ആയത്തുകൾ ഏതാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ അൻആം 133 ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി നൽകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുകൽ ഗനിയ്യുർ റഹ്മാൻ ഇൻ യശഅ യുദ്ഹിബുകും വയസ്തഖ്ലിഫ് മിൻ ബഅദികും മാ യശാഉ كما أنشأكم من ذرية قوم آخرين. ഇനി അടുത്ത ആയത്ത് സൂറത്ത് യൂനുസ് 68 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الأرض إن عندكم من سلطان بهذا أتقولون على الله ما لا تعلمون. ഇനി മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ 64 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وإن الله لهو الغني الحميد. ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്ത് നമ്മൾ എന്ത് ചെയ്യുക? പതിവാക്കുക. വലിയ സൗഭാഗ്യം നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നും ചൊല്ലാറുള്ള ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. إن شاء الله നമ്മൾ ദുആ ചെയ്യാണ്. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله يا رحمن രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഗീറത്തുകളായും കബീറത്തുകളായും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പൊറുത്തു നൽകണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനെ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലാഹ്. മരിക്കുന്ന ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ, രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നോമന മക്കൾ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.
ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉള്ള ജോലിയിൽ നീ ഉയർച്ച നൽകണേ അല്ലാ. അള്ളാഹുവേ, നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹസിലാക്കണേ അല്ലാ. നീ ഖബൂലാക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام على خير ولا يسعد أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.